നമസ്കാരം. ആരംഭിക്കാം. നമസ്കാരം. ഇന്ന് വ്യാഴാഴ്ച. ഇന്നത്തെ നിറം മഞ്ഞയാണ്. ഇന്നത്തെ സംഖ്യ 3 ഇന്ന് 1790 ആണ്ട് മേടമാസം 23 തീയതി മൂലം നക്ഷത്രം. നാളെ 17 നാഴിക 3 വിനാഴിക വരെയുണ്ട്. എല്ലാവരെയും സമന്മാരായിട്ട് കാണുന്നവരും ശാന്തശീലരായിരിക്കും ഈ നക്ഷത്രക്കാർ. നല്ല ആരോഗ്യമുള്ളവരായിരിക്കും. ഭൂരിഭാഗം ആൾക്കാർക്കും വലിയ രോഗങ്ങളൊന്നും പിടിപെടുന്ന ആൾക്കാരല്ല. ധാരാളിത്തം മൂലം പല ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരായിരിക്കും. ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കയൊന്നും ഉണ്ടായിരിക്കുകയില്ല. എല്ലാം വരുന്ന പോലെ വരട്ടെ എന്നുള്ളൊരു ചിന്താഗതിക്കാരായിരിക്കും. ഇപ്പോൾ ശനി ദോഷം തുടരുന്നു. വളരെ കരുതിയിരിക്കേണ്ട ഒരു സമയമാണ്. നമുക്ക് ആദ്യമായി ഒരു പ്രേക്ഷകരിലേക്ക് തന്നെ പോകാം. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറയൂ. ഹലോ, രാജേഷ് ഷാർജ എന്നാണ്. മോന്റെ കാര്യം അറിയാനാ? പറഞ്ഞോളൂ. മോന്റെ പേര് ഫെയർവിൻ. പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ടിവിയുടെ വോളിയം പൂർണ്ണമായി കുറച്ചു, ഫോണിൽ മാത്രം ശ്രദ്ധിക്കുക. ഫെയർവിൻ പേര്. ശരി. 9/10/2003. 2003. 2003 9:02 AM. ജനിച്ച സ്ഥലം തിരുവല്ല. 9/10/2003 9:02 AM തിരുവല്ല. മകനെ ഉത്രട്ടാതി നക്ഷത്രമാണോ? ഉത്രട്ടാതിയാണോ? ഉത്രട്ടാതിയാണ്. എന്താണ് അറിയേണ്ടത്? മകനെ കുറിച്ച് ചോദിച്ചോളൂ. മുന്നേ ഭാവി അറിയണം, പിന്നെ എഡ്യൂക്കേഷനെ പറ്റിയായിട്ടുള്ള കാര്യങ്ങള്. ഇതിനകത്ത് ചില പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല വിദ്യാഭ്യാസം ഉണ്ടാകുന്ന ജാതകമാണ്. കാരണം ബുധൻ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ, അത്യുച്ചത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം, അത്യുച്ചത്തിൽ നിൽക്കുന്ന രാശിയിലാണ് നിൽക്കുന്നത്. പക്ഷേ അത് സൂര്യൻ്റെ കൂടെ ആയിപ്പോയി. അതുകൊണ്ട് ബുധന് ബലം കൂട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകുന്ന ജാതകമാണ്. അതുപോലെ എന്താ ഇതിനകത്ത് ഏറ്റവും നല്ല ഇത് കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ്, മാത്തമാറ്റിക്സ്, BBA, MBA ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും അനുകൂലമാണ്. ഭാവിയൊക്കെ വളരെ ശോഭനമാണ്. ഇതിനകത്ത് വ്യാഴത്തിൻ്റെ സ്ഥാനമൊക്കെ ഏറ്റവും നല്ലതാണ്. കർമ്മസ്ഥാനത്ത് നിൽപ്പുണ്ട്. കർമ്മത്തിൻ്റെ അധിപൻ സൂര്യനാണ്. അപ്പം ജീവിതത്തിൽ എന്നും ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന ഒരു ജാതകം കൂടാണ്. പൊതുവെ നല്ല ജാതകമാണ്. രാജയോഗമൊക്കെ ഉള്ള ജാതകമാണ്. ഏറ്റവും അനുകൂലമായ രത്നം മരതകമാണ്. അത് ധരിക്കണം. ഏറ്റവും അനുകൂലമായ നിറം വെള്ള നിറം ഏറ്റവും അനുകൂലമാണ്. വെള്ള. അതുപോലെ തന്നെ ചുവപ്പിൻ്റെ എല്ലാ ഷെയ്ഡും ഏറ്റവും അനുകൂലമാണ്. ഏറ്റവും അനുകൂലമായ സംഖ്യ 9 തന്നെയാണ്. നല്ല സംഖ്യയാണ്. 9 എത്ര വലിയ സംഖ്യ കൊണ്ട് ഗുണിച്ച് കൂട്ടി നോക്കിയാൽ 9 തന്നെയാണ് കിട്ടുക. അതിന് അൺഎൻഡിങ് നമ്പർ എന്നൊക്കെ പറയും. അപ്പോൾ ഏറ്റവും നല്ല സംഖ്യയാണ്. ആരോഗ്യപ്രശ്നം വലുതായിട്ടൊന്നും ഉണ്ടാകുന്ന ഒരു ജാതകമല്ല. രാജേഷിന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറയൂ. എന്താണ് പേര്? ഷബാന. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ശരി, പറഞ്ഞോളൂ. 1973 സമയം 2:45 AM വെള്ളിയാഴ്ച. എവിടെയാണ് ജനിച്ചത്? തൃശ്ശൂർ. സമയം എത്ര? 2:45 AM. മാർച്ച് 30, 1973 2:45 AM തൃശ്ശൂർ ജില്ലയിലാണ്. തിരുവോണ നക്ഷത്രമാണോ? തിരുവോണം നക്ഷത്രം. എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ. ആളുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി, സമയം. ഹസ്ബൻഡിന്റെ ആണോ? ഇത് ഹസ്ബൻഡിന്റെ ആണോ? അല്ലല്ല. ആരുടെയാണ്? ആളുടെ എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പം ഏതായാലും ശനിയുടെ ദോഷമൊന്നുമില്ല. വ്യാഴം അനുകൂലമാണ്. ഇപ്പോൾ പൊതുവെ
ഒരു നല്ല സമയമെന്ന് പറയാം. പക്ഷേ 15/7 മുതൽ വ്യാഴം പ്രതികൂലമാകും. ആ സമയത്ത് സാമ്പത്തികമായ അധിക ചിലവും അപ്രതീക്ഷിത ചിലവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നല്ല ജാതകമാണ്, ഗജകേസരി യോഗമുള്ള ജാതകമാണ്. അത് എന്ന് വെച്ചാൽ ദീർഘായുസോടുകൂടി രാജതുല്യം ജീവിക്കണം, അതാണ്. പക്ഷേ ഇതിനകത്ത് അതൊക്കെ ഈ നിങ്ങളുടെ വ്യാഴം നിൽക്കുന്നത്, ഗജകേസരി യോഗം ഉണ്ടെങ്കിൽ പോലും വ്യാഴം എന്നത് വൈദ്യനാഥനായ വ്യാഴം നിൽക്കുന്നത് അതിൻ്റെ നീചക്ഷേത്രത്തിലാണ്. പക്ഷേ ഇതൊക്കെ മാറുന്നതൊക്കെ തന്നെയാണ്, മാറാത്തതായിട്ടുള്ള ഒന്നുമില്ല. ഇതിനകത്ത് നല്ല യോഗങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അത് ഭാവിയിൽ വളരെ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്ന യോഗമാണ്. രുചക യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. അതുപോലെ നിങ്ങൾ ജനിച്ച സമയത്ത് തന്നെ സൂര്യൻ അതിൻ്റെ 90% ബലത്തിലാണ്, ശുക്രൻ 100% ബലത്തിലാണ്. ഇതെല്ലാം ഒരു നല്ല ജാതകത്തിൻ്റെ ലക്ഷണമാണ്. ഭാവിയൊക്കെ വളരെ ശോഭനമാണ്. ഈ ഒരു കാര്യം ചോദിച്ചോട്ടെ? പറയും. അവിട്ടം നക്ഷത്രം മകളുടെ കാര്യം, എന്റെ മകളുടെ കാര്യം. അവിട്ട നക്ഷത്രം 4/10/1995 ബുധനാഴ്ച 9:20. നമ്മളിത് പറഞ്ഞു കഴിഞ്ഞിട്ടില്ലല്ലോ. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ദോഷപരിഹാരത്തിനായിട്ട് ഇതിനകത്ത് ഭാഗ്യക്കുറവ് പലപ്പോഴും അനുഭവപ്പെടുന്ന ഒരു ജാതകമാണ്. ദോഷപരിഹാരത്തിനായിട്ട് ബുധനാഴ്ച പ്രത്യേകം ഉപവാസം എടുക്കുന്നതും ബുധനാഴ്ച കൂടുതൽ പ്രാർത്ഥിക്കുന്നതൊക്കെ ഏറ്റവും അനുകൂലമാണ്. ബുധൻ്റെ രത്നമായ മരതകം ധരിക്കുന്ന ഏറ്റവും നല്ലതാണ്. 2.5 തൊട്ട് 3.5 വരെ കാരറ്റ് മരതകം, ഇടത്തെ കയ്യിൽ ചെറിയ വിരൽ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. നവരത്ന മോതിരത്തിന് വലിയ പ്രയോജനം കാണുന്നില്ല. കാരണം നിങ്ങളുടെ ജാതകത്തിൽ ചുവപ്പ് പവിഴം ധരിക്കാൻ പാടില്ല, റൂബി ധരിക്കാൻ പാടില്ല. ഇതെല്ലാം നിങ്ങൾക്ക് പ്രതികൂലമായ രത്നമാണ്. അപ്പോൾ നവരത്നത്തിൽ ഈ പ്രതികൂല രത്നം കൂടെ വരുന്നതുകൊണ്ട് അത് അത്ര അനുകൂലമല്ല. ഓക്കെ. എന്തായാലും ഷബാനെ, മകളുടെ കാര്യം വീണ്ടും വിളിക്കുന്നത് ഉചിതമായിരിക്കും. മറ്റു പ്രേക്ഷകർ ലൈനിൽ ഇരിക്കുന്നതിനാൽ. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹലോ. നമസ്കാരം, പേര് പറയും. ഞാൻ അബുദാബിന്നാണ്. പിന്നെ എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. പേര് പറയും. എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. ആര്യ, പറഞ്ഞോളൂ. മോളുടെ 94 ജനുവരി 18 ജനുവരി 18, 1994. ജനുവരി 18. മോളുടെ വിദ്യാഭ്യാസ സമയം സ്ഥലം പറയും. സ്ഥലം സൗദി അറേബ്യയാണ്. സമയം സൗദി അറേബ്യ 1 മണി ഉച്ചയ്ക്ക് 1 മണിക്ക്. സൗദി അറേബ്യയിലാണല്ലേ? 1 മണി 1 മണി ഉച്ചയ്ക്ക് 1 മണിക്ക്. സൗദി അറേബ്യ. രേവതി നക്ഷത്രമാണോ? അതെ അതെ അതെ. എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ. കുട്ടിയുടെ പഠനവും ജോലിയും വിവാഹത്തിന്റെ അറിയാം. അതെ. ടി വിയിൽ നോക്കാതെ ഫോണിൽ മാത്രം ശ്രദ്ധിക്കുക. ഇതിനകത്ത് വിവാഹത്തിനൊക്കെ താമസം ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. വിവാഹത്തിൻ്റെ 7ാം ഭാവം എന്ന് വെച്ചാൽ വിവാഹഭാവമാണ്. അവിടെ നീചഗ്രഹമാണ് നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ ചൊവ്വയുടെ ദോഷം എന്നൊക്കെ കേട്ട് കാണുമായിരിക്കും. ചൊവ്വ നിൽക്കുന്ന സ്ഥാനവും അത്ര നല്ലതല്ല. അതുകൊണ്ട് ചൊവ്വയ്ക്ക് പരിഹാരമുള്ള ജാതകം വേണം ചേർക്കാൻ. അതുകൊണ്ട് അനവധി ആലോചനകളൊക്കെ വേണ്ടി വരും. എത്ര വയസ്സായി ഇപ്പോൾ? 24ാമത്തെ വയസ്സ്. 24ാമത്തെ വയസ്സ് കഴിഞ്ഞാൽ വിവാഹം നടക്കും. ജോലിയൊക്കെ ഇപ്പൊ ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന സമയമുള്ളൂ. പഠിത്തം കഴിഞ്ഞോ? പഠിച്ചുകൊണ്ടിരിക്കുക. പഠിത്തം കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടാൻ പറ്റിയ ഒരു സമയമാണ്. ഓക്കെ. ആര്യയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു SMS പോകാം. സൗമ്യയാണ് SMS അയച്ചിരിക്കുന്നത്. 74/1983. 74/1983.
സമയം 12:05 AM. ഉത്രാട നക്ഷത്രം, ആലപ്പുഴ ജില്ല. ഓക്കെ, ഉത്തരാടമാണ്. എന്താ അറിയണ്ടേ? ഇപ്പോഴത്തെ സമയം, ഒപ്പം സ്റ്റോണ്, പ്രതികൂല രത്നങ്ങൾ, അതുപോലെ അനുകൂല രത്നങ്ങൾ. ഇതിനകത്ത് ഇപ്പോഴത്തെ സമയം വലിയ പ്രശ്നമുള്ള സമയമല്ല. കണ്ടശനി, ഏഴശനി അങ്ങനത്തെ ദോഷങ്ങളൊന്നുമില്ല. വ്യാഴം അനുകൂലമായ സ്ഥാനത്ത് തന്നെയാണ്. നല്ല യോഗങ്ങളൊക്കെയുള്ള ജാതകമാണ്. സൂര്യൻ ഏറ്റവും 90% ബലത്തിൽ നിൽക്കുന്നുണ്ട്. ചൊവ്വ എൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. ഏറ്റവും അനുകൂലമായ രത്നം അത് റൂബിയാണ്. റൂബി ധരിക്കുന്ന ഏറ്റവും നല്ലതാണ്. അത് ഭാഗ്യരത്നമാണ്. എല്ലാ ഗ്രഹങ്ങൾക്കും ഫലദാന ശക്തി കൊടുക്കുന്ന റൂബി ധരിക്കാൻ പറ്റുന്നത് തന്നെ ഏറ്റവും ഒരു നല്ല കാര്യമാണ്. മറ്റ് ഗ്രഹങ്ങളിലെ ചീത്തങ്ങളൊക്കെ കുറയ്ക്കാൻ റൂബിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. മാത്രമല്ല, ജീവിതത്തിൽ ഏറ്റവും ഉയർച്ച ഉണ്ടാക്കാൻ, കാരണം സുപ്രീം ഓഫ് ഓൾ പ്ലാനറ്റ് സൂര്യനായതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും ഉയർച്ച ഉണ്ടാക്കാനും ഈ റൂബി നല്ലതാണ്. ഒരു 2.5 തൊട്ട് 3.5 വരെ കാരറ്റ് റൂബി ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. അനുകൂല രത്നങ്ങളും പിന്നെ പ്രതികൂലം ചോദിച്ചിരിക്കും. പ്രതികൂലമായ രത്നങ്ങൾ ഡയമണ്ട് ഇതിനകത്ത് പ്രതികൂല, അല്ലെങ്കിൽ വൈറ്റ് സഫയർ ഇതിനകത്ത് പ്രതികൂല രത്നമാണ്. പേൾ ഇതിനകത്ത് പ്രതികൂല രത്നമാണ്. ഇത് രണ്ടും ഒരിക്കലും ധരിക്കാൻ പാടില്ലാത്തതാണ്. ഒരു ദാമ്പത്യം കൂടെ ചോദിച്ചിരിക്കുന്നു. ഇതിനകത്ത് 7ാം ഭാവത്തിൽ രാഹുവാണ്, നീചഗ്രഹമാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിലൊക്കെ ചില്ലറ അസ്വാരസ്യങ്ങൾ ഈ ശനിയുടെ കാലഘട്ടങ്ങളിലുണ്ടാകും. അതായത് ഏഴശനി, കണ്ടശനി എന്ന് പറയുന്ന ആ കാലഘട്ടങ്ങളിലൊക്കെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ അസ്വാരസ്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ജാതകം കൂടാണ്. പക്ഷേ അത് എന്നും നിലനിൽക്കുന്നതല്ല. ആ കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് അത് മാറുകയും ചെയ്യും. നല്ല സൗമ്യക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറയൂ. പ്രിയ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പറഞ്ഞോളൂ. 1950 ആണോ? 50 ആണോ? ഒന്നുകൂടെ പറഞ്ഞു. 1956 തീയതിയും മാസവും ഒന്നുകൂടെ പറയും. 1956 29 മാസം ഓഗസ്റ്റ് 29. ഓഗസ്റ്റ്. സമയം, സ്ഥലം? ആലപ്പുഴയാണ്. സമയം പറയൂ. രാത്രിയിലാണ്. 29-ാം തീയതി രാത്രി 12 മണിക്ക് 8 മണിക്ക് ശേഷം. 8 മണിക്ക് ശേഷം 8:30. രോഹിണിയാണോ? രോഹിണിയാണ്. അഷ്ടമിയുണ്ടോ? അഷ്ടമിയാണ്. അതെ, അഷ്ടമി രോഹിണിയാണ്. ശരിയാണ്. രോഹിണിക്കാർക്കെല്ലാം ഇപ്പോൾ കണ്ടശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സെപ്റ്റംബർ 2017 വരെ കണ്ടശനിയാണ്. ഈ കണ്ടശനി കാലത്തിലെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളും താമസങ്ങളും, അതുപോലെ സ്ട്രെസ്സും സ്ട്രെയിനും, സാമ്പത്തികമായ അധിക ചെലവും അപ്രതീക്ഷ ചെലവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഈ ജാതകത്തിൽ ശനി രാഹുവിൻ്റെ കൂടാണ് നിൽക്കുന്നത്. അപ്പം നീചത്വം ഇരട്ടിക്കുകയാണ്, വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഭാവി വളരെ ശോഭനമാണ്. ഇതിനകത്ത് ഗജകേസരി യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. രാജതുല്യം 80 വയസ്സിന്മേൽ ജീവിക്കണമെന്നുള്ളതാണ് അതിൻ്റെ ഫലം. അതുകൂടാതെ ഭദ്രയോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. അത് പഞ്ചമഹാപുരുഷ യോഗത്തിൽപ്പെട്ടൊരു യോഗമാണ്. സ്വന്തം കഴിവും ബുദ്ധിശക്തി ഉപയോഗിച്ച് ജീവിതത്തിൽ ഏറ്റവും ഉന്നതി ഉണ്ടാകേണ്ട ഒരു യോഗം കൂടാണത്. ദീർഘായുർ യോഗം കൂടാണ്. എന്താ അറിയേണ്ടത്? കണ്ടശനി കാലത്താണ് സ്ഥാനചലനം ഉണ്ടാകുന്നത്. സ്ഥാനചലനം എന്ന് പറയുമ്പം അത് ജോലി മാറ്റമാകാം, വീട് മാറ്റമാകാം, രാജ്യം മാറ്റമാകാം, ഇതിലേത് വേണമെങ്കിലാകാം. അതിനുള്ള സാധ്യത ഇല്ലാതില്ല. ചില ആൾക്കാരെ സംബന്ധിച്ചോളം ഈ കാലഘട്ടത്തിൽ ജോലി പോകുമോ എന്നുള്ള ആ ഭയത്തോടു കൂടി തന്നെ ആ കാലം കഴിഞ്ഞു പോകും. അത് തന്നെ ഒരു ഭീതിജനമായ കാര്യമാണ്. എന്നും വിചാരിക്കുകയാണ് ഇന്ന് ജോലി പോവുമോ എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിക്കുന്ന ആൾക്കാരുമുണ്ട്. ഇതിനകത്ത് ഈ യോഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ജോലി പോകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ആ ഭീതി എപ്പോഴും ഉണ്ടാകും.
ഔദ്യോഗികമായിട്ട് ഇനി പിന്നുള്ള കാലങ്ങളിൽ കണ്ടവശന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയുണ്ട്? കണ്ടശനി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഭദ്രയോഗം എന്ന് പറഞ്ഞാൽ നല്ല യോഗമുണ്ട്. അത് നല്ല ജീവിതത്തിൽ ഒത്തിരി ഉയർച്ച ഉണ്ടാക്കുന്നതാണ്. അതുപോലെ ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. അതെല്ലാം ഭാവി ജീവിതത്തെ വളരെ അനുകൂലമായിട്ട് ബാധിക്കുന്നതാണ്, അനുകൂല ഫലങ്ങൾ തരുന്നതുമാണ്. ഓക്കെ. സാർ, എന്താണ് അനുകൂലമായ രത്നം? റെഡ് കോറിൽ ധരിക്കുക, ചുവപ്പ് പവിഴം. അത് 4 തൊട്ട് 5 വരെ കാരറ്റ് ധരിക്കണം. അത് വലത്തെ കൈയിലെ ചെറിയ വിരലിൽ ചൊവ്വാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം മോതിരം ക്ഷാരലായനിയിൽ, അതായത് സോപ്പ് വെള്ളത്തിൽ ശുദ്ധീകരിക്കുക. ഓക്കെ. പ്രിയയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ, രത്ന, വാസ്തു, ഫാങ്ഷുയി സംബന്ധിച്ച ശാസ്ത്രീയമായ അറിവുകൾക്കും സംശയങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർക്കും താഴെ കാണുന്ന നമ്പർ തത്സമയം വിളിക്കാൻ, ലൈനിൽ കിട്ടാത്ത പ്രേക്ഷകർക്ക് SMS വഴിയും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറയൂ. പറഞ്ഞോളൂ. മെയ് 19 അല്ലേ? സമയം, സ്ഥലം? 8:12 PM ആണോ AM ആണോ? തൃശ്ശൂർ ജില്ല. എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ. എനിക്ക് 78. എന്താണ് ചോദിച്ചത്? പറയൂ. എനിക്ക് ഇവിടെ ജോലി കിട്ടാൻ വേണ്ടി ഞാൻ ജോലിക്ക് ട്രൈ ചെയ്യണ്ടേ? 8:12 AM അല്ലേ? PM. ചിത്ര നക്ഷത്രമാണോ? അതെ, ചിത്ര. ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ ജോലിയൊക്കെ കിട്ടാവുന്ന സമയമാണ്. കാരണം ഏഴശനിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. അതുപോലെ വ്യാഴം അനുകൂലമായ സ്ഥാനത്താണ് ഇപ്പം. വ്യാഴം ധനം തരേണ്ട ഗ്രഹമാണ്. അപ്പോൾ കാര്യമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ജോലി കിട്ടേണ്ട ഒരു സമയം കൂടാണ്. ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്ത് വിദേശ ബന്ധമുള്ള ഗ്രഹമെല്ലാം ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ് ജനിച്ച സമയത്ത് തന്നെ നിൽക്കുന്നത്. പിന്നെ ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. സൂര്യൻ അതിൻ്റെ 90% ബലത്തിൽ നിൽക്കുന്നതാണ്. ഇതെല്ലാം അനുകൂലമായ ഘടകങ്ങളാണ്. ഓക്കെ, ആ യോഗമുണ്ട് ഇതിനകത്ത്. ഓക്കെ, വെൽക്കം. പ്രശ്നയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറയൂ. ഹലോ. പേര് പറയൂ. ഹലോ സാർ, നമസ്കാരം. ഞാൻ വിളിക്കുന്നത് ഷാർജയെന്നാണ്. പേര് പറയൂ. മീനു എന്നാണ് പേര്. ശരി, പറഞ്ഞോളൂ. മോൾക്ക് വേണ്ടി കാര്യം അറിയാനാണ്. പറയൂ. മോള് ജനിച്ചത് 2012 ഡിസംബർ 12. 3 വയസ്സല്ലേ ആയുള്ളൂ. 5 വയസ്സാകാതെ കുട്ടികളെ നോക്കാൻ പാടില്ലെന്നാണ് ശാസ്ത്രം. ഓ, അങ്ങനെയാണ്. അതെ, ശരി. ഓക്കെ. എന്തായാലും മീനുവിന് ലഭിച്ചു. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറയൂ. മറ്റൊരു SMS പോകാം. ഓക്കെ. സുരേഷാണ് SMS അയച്ചിരിക്കുന്നത്. 9/5/1980. 9/5/1980. 2:30 PM ഉച്ചയ്ക്ക്. കോഴിക്കോട്. ചതയമാണ്. ചതയം നക്ഷത്രം. ചതയം നക്ഷത്രം. അനുകൂല രത്നം, പ്രതികൂല രത്നം. ഇതിനകത്ത് ഏറ്റവും അനുകൂലമായ രത്നം റെഡ് കോറിലാണ്, ചുവപ്പ് പവിഴമാണ്. അത് 4 തൊട്ട് 5 വരെ കാരറ്റ് ധരിക്കാവുന്നതാണ്. അത് വലത്തെ കൈയിലെ ചെറിയ വിരലിൽ ചൊവ്വാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കണം. തലേദിവസം മോതിരം ക്ഷാരലായനിയിൽ സോപ്പ് വെള്ളത്തിൽ ശുദ്ധീകരിക്കണം. ഇതിനകത്ത് പ്രതികൂലമായ രത്നം മരതകമാണ്, എമറോൾഡാണ്. അതുപോലെ തന്നെ ഡയമണ്ട് ഇതിനകത്ത് ഓപ്പോസിറ്റ് സ്റ്റോണാണ്, ധരിക്കാൻ പാടില്ലാത്ത രത്നമാണ്. ഈ 2 എണ്ണമാണ് ഓപ്പോസിറ്റ് സ്റ്റോണ്. മറ്റ് അനുകൂല രത്നങ്ങൾ ഏതൊക്കെയാണ്? അനുകൂല രത്നങ്ങൾ റൂബി ധരിക്കാം, അതുപോലെ റെഡ് കോറൽ ധരിക്കാം, പിന്നെ
ബ്ലൂ സഫയർ ധരിക്കാം, അത് ബെർത്ത് സ്റ്റോണാണ്. ഇത് 3 അനുകൂല രത്നങ്ങളാണ്. ഇതിനകത്ത് റൂബി ഞാൻ പറഞ്ഞെങ്കിൽ പോലും റൂബി ധരിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിനകത്ത് സൂര്യൻ നിൽക്കുന്നത് 100% ബലത്തിലാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എക്സസ് ആയിരിക്കും ആ റേസ്, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ബ്ലൂ സഫയർ എന്തിനായിരിക്കാം ഉപയോഗിക്കുന്നത്? ബ്ലൂ സഫയർ ബെർത്ത് സ്റ്റോണാണ്. എന്തായാലും പ്രേക്ഷകരും SMS-ലൂടെ മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറയൂ. എന്റെ പേര് ശ്രീജ. ശ്രീജ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ഷാർജയില്. പറഞ്ഞോളൂ. എന്റെ അനിയന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് 4/12/1981. 81. സമയം സ്ഥലം? ടൈം 11:44 AM. രാവിലെ. ജനിച്ച സ്ഥലം? ജനിച്ച സ്ഥലം പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല. നക്ഷത്രം ചതയം. എന്താണ് അറിയേണ്ടത്? ഇതിനെ കുറിച്ചാണ് അറിയേണ്ടത്, ചോദിച്ചോളൂ. അറിയേണ്ടത് വിവാഹത്തെ കുറിച്ച്, ഹെൽത്ത്, കളർ. ഇപ്പോൾ കണ്ടകശനി നടക്കുകയാണ്. ഇത് കുംഭക്കൂറാണ്. അപ്പോൾ കുംഭക്കൂറുകാർക്കെല്ലാം ഇപ്പോൾ കണ്ടകശനിയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളും താമസങ്ങളും ആയിരിക്കും. വിവാഹത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും അനവധി ആലോചനകളുണ്ടെങ്കിൽ മാത്രമേ പറ്റിയൊരു ബന്ധം അല്ലെങ്കിൽ പറ്റിയൊരു പയ്യനെ കണ്ടു കിട്ടാൻ സാധിക്കുകയുള്ളൂ. ആർക്കാ? അനിയന് വേണ്ടിയിട്ടാണ്. ആയിക്കോട്ടെ. അപ്പോൾ പെൺകുട്ടിയെ കിട്ടാൻ ഇതുപോലെ പ്രയാസം ഉണ്ടാകും. കാരണം കണ്ടകശനിക്കാർക്ക് അത് ഈ കണ്ടകശനി ഉള്ളതുകൊണ്ടാണ്. അത് തന്നെ ഞാൻ എടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒത്തിരി ആലോചനകൾ വേണ്ടി വരുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. ഇപ്പോൾ കണ്ടകശനി, ഒരു മിനിറ്റ്. ഈ 2016 മുമ്പ് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൽ ഇപ്പം ശനി ദശയിൽ ശുക്രൻ്റെ അപഹാരം നടക്കുകയാണ്. ശുക്രൻ ദാമ്പത്യ ജീവിതത്തിൻ്റെ കാരകത്തുള്ള ഗ്രഹമാണ്. അപ്പോൾ ഈ ഡിസംബർ 2016 മുമ്പ് നടക്കാനുള്ള സാധ്യത 90% ഉണ്ട്. അതെ. 2 നവംബർ 2014 തുടങ്ങിയതാണ്. ഇപ്പോൾ പരിഹാരങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് ഭാഗ്യക്കുറവാണ് കാണുന്നത്. ഭാഗ്യമില്ലെങ്കിൽ നമുക്ക് മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല. ഇതിനകത്ത് ഭാഗ്യത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നതും ശുക്രനാണ്. അതായത് ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ കാരകത്വം ഉള്ള ഗ്രഹവും ശുക്രനാണ്. അതുകൊണ്ട് ഒരു വൈറ്റ് സഫയർ ധരിക്കുന്ന ഏറ്റവും നല്ലതാണ്. ഇതിനകത്ത് ശുക്രൻ നിൽക്കുന്നത് കേതുവിൻ്റെ കൂടാണ്. കേതുവിനെ പറ്റി നമ്മൾ പറയുന്നത്, കേതുവിന് ഹേതു വേണ്ടെന്ന് പറയും. ഒരു കാരണമില്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്ന ഗ്രഹമാണ് കേതു. ആ വെള്ള പുഷ്യരാഗം ധരിക്കുക. അതൊരു 3 തൊട്ട് 4 വരെ കാറ്റ്. അത് വലത്തെ കൈയിലെ ചൂണ്ടുവിരലിൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം മോതിരം പാലിനകത്ത് ശുദ്ധീകരിക്കുക. നല്ല ജാതകമാണ്. ഗജകേസരി യോഗമൊക്കെ ഉണ്ട്. സൂര്യൻ ഉദിച്ച് 1 മണിക്കൂറിനകം പാൽ ശുദ്ധീകരിക്കുക. തലേദിവസം അത് പാലിലിട്ട് വയ്ക്കുക. ഞാൻ അതാണ് ഇപ്പോൾ പറഞ്ഞ ഗജകേസരി യോഗമുള്ള ജാതകമാണ്. അപ്പോൾ ഗജകേസരി യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജതുല്യം ജീവിക്കണം എന്നാണ്. ബർത്ത് സ്റ്റോൺ ബ്ലൂ സഫയർ ആണ്. ലക്കി സ്റ്റോണ് വെള്ള സഫയർ, വൈറ്റ് സഫയർ ആണ്. എന്താ നിറം? കളർ സങ്കര നിറം ഏറ്റവും നല്ലതാണ്. നീല നിറം, കറുപ്പ് നിറം ഇത് ഏറ്റവും നല്ലതാണ്. ചുവപ്പ് തീരെ അനുയോജ്യമല്ല. അതെ. പ്രേക്ഷകർക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറയൂ. പേര് പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. മകന്റെ കാര്യം അറിയാൻ പറ്റില്ല. ശരി, പറയൂ. 9/11/2008 9:36 AM
സ്ഥലം? ജനിച്ചത് പന്തളം. നാളെ അവിട്ടമാണ്. ഞാൻ നേരത്തെ ഒന്ന് വിളിച്ചിരുന്നു, ഇടയ്ക്ക് വെച്ച് ഈ ലൈൻ കട്ടായി പോയി. ഈ മോന്റെ ജന്മ ഇയർ എത്ര? ഇയർ 2008. എന്താണ് അറിയേണ്ടത്? 9/11 2008 9:36 AM. 9:36 AM. ഞാൻ നേരത്തെ ഇതേപ്പറ്റി ഒന്ന് വിളിച്ചിരുന്നു, അത് പകുതി ലൈൻ കട്ടായി പോയിരുന്നു. ശരി, എന്താണ് അറിയേണ്ടത്? ഈ നക്ഷത്രം പറഞ്ഞ അത്ര ശരിയല്ലല്ലോ. അവിട്ടം. ഇതിനകത്ത് അവിട്ടമല്ല കാണുന്നപ്പോൾ. 7/11. ആ 7/11. അപ്പം പിന്നെ മാറത്തില്ലേ? 7/11 അവിട്ടമാണ്. ശരിയാണ്. എന്തിനെ കുറിച്ച് അറിയേണ്ടത് പറയും. ഈ മോന്റെ ജനന സമയത്ത് പിതാവിന് എന്തോ ദോഷമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴത്തേന് ഫോൺ ലൈൻ കട്ടായി പോയി. ആ ശരി. പിതാവിന് ദോഷമുണ്ടെന്ന് സാറ് പറഞ്ഞിരുന്നു. അതായത് പിതാവിന് സൂര്യനാണ് പിതാവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ സൂര്യൻ നീചത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ജാതകൻ്റെ ജനനം കൊണ്ട് പിതാവിന് ആദ്യത്തെ കാലഘട്ടങ്ങളിൽ, അതായത് ജനിച്ച ഒരു 5 വർഷത്തേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാവുന്ന ആ കാലഘട്ടം കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെപ്പറ്റി അറിയേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്ത് നല്ല യോഗമൊക്കെ ഉള്ള ജാതകമാണ്. ഹംസയോഗം എന്ന് പറഞ്ഞ നല്ല യോഗമുണ്ട്. അതെ, കുംഭക്കൂറാണ്. പിതാവിന്റെ നാളെ അവിട്ടവും കുംഭക്കൂറുമാണ്. അപ്പം ഈ പറഞ്ഞ കണ്ടശനിയൊക്കെ വരുന്ന ഒരേ സമയത്ത് തന്നെ ആയിരിക്കും. കണ്ടശനി, ഏഴശനി ഇതുപോലത്തെ ആ ചീത്ത കാലഘട്ടം വരുന്ന ഒരേ സമയത്തായിരിക്കും. ഇപ്പോൾ വ്യാഴം അനുകൂലമല്ല, അപ്പോൾ രണ്ടുപേർക്കും വ്യാഴം ഇപ്പോൾ അനുകൂലമല്ല. അപ്പം അത് ഈ ഒരേ കൂറ് വന്നു കഴിഞ്ഞാൽ അതങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. ആ 5 വയസ്സ് വരെ ഉള്ളു, അത് കഴിഞ്ഞാൽ പിന്നെ മാറും. കാരണം ഇതിനകത്ത് ഈ സൂര്യനെ കൊണ്ട് ഒരു യോഗമുണ്ട് ഭാവിയിൽ. അത് നീചഭംഗ രാജയോഗം എന്നൊക്കെ പറയും. അപ്പം ഭാവിയിൽ അതിനെപ്പറ്റി പ്രശ്നമൊന്നുമില്ല. ആദ്യത്തെ കാലഘട്ടത്തിൽ മാത്രമേ ഉള്ളത്. പിന്നെന്താ ചോദിച്ചേ? സംഖ്യയോ? ഏറ്റവും അനുയോജ്യമായ നിറം ചുവപ്പ് നിറമാണ്. ഏറ്റവും അനുയോജ്യമായ സംഖ്യ 7 ഏറ്റവും അനുയോജ്യമായ സംഖ്യ. ഫ്രൈഡേ. പ്രേക്ഷകർക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറയും. നമസ്കാരം. പേര് പറഞ്ഞോളൂ. ലൈന് ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രത്തോളം സമീപിക്കേണ്ടത് അന്ധമായ വിശ്വാസമല്ല, ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകളാണ് ഉണ്ടാവേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ കേൾക്കാനിടയായി. വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ചർച്ചയായിരുന്നു. ഈ നേപ്പാളിലെ ഇപ്പം ഒരു ഭൂകമ്പം ഉണ്ടായി. അതിനെപ്പറ്റി ഒരു റിസർച്ച് നടത്തി കഴിഞ്ഞപ്പം ഈ ചന്ദ്രൻ വെളുത്തവാവിൻ്റെ അന്നാണ് സാധാരണ കൂടുതലായിട്ട്, പ്രത്യേകിച്ച് ഹിമാലയം പോലെയുള്ള ആ പ്രദേശങ്ങളിൽ, ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ഭൂകമ്പം ഇതിനുമുമ്പും നേപ്പാളിൽ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അത് അവരൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഈ ചന്ദ്രൻ്റെ പൂർണ്ണചന്ദ്രൻ്റെ ദിവസങ്ങൾ അടുത്താണ് ഇത് സംഭവിക്കുന്നതെന്ന് അവർ കണ്ടുപിടിച്ച് അതിനെപ്പറ്റി ഒരു ചർച്ചയുണ്ടായിരുന്നു. ഒരു ശാസ്ത്രജ്ഞൻ തന്നെ പറഞ്ഞാണ്. അപ്പം ആ ചന്ദ്രൻ്റെ ആകർഷണം കൊണ്ട് കൂടെ ഇത് സംഭവിക്കാമെന്നുള്ളതാണ്. ഈ പാളികൾ ഭൂമിയുടെ അടിയിലുള്ള ആ പാളികൾ തമ്മിലുള്ള ഉരസൽ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് അതിൻ്റെ അട്രാക്ഷൻ വളരെ കൂടുതലാണ് എന്നൊക്കെ ഒരു ചർച്ചയുണ്ടായി. അപ്പോൾ ഇതെല്ലാം ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ചന്ദ്രൻ്റെ ആകർഷണം കൊണ്ട് എന്തെല്ലാം വേലിയേറ്റം, വേലിയിറക്കം, ശാരീരിക മാനസികമായിട്ടുള്ള വ്യത്യാസങ്ങളും, ആസ്മ രോഗം കൂടുന്നതും, ഓപ്പറേഷൻ ചെയ്ത ബ്ലീഡിങ് കൂടുന്നതും എല്ലാം ഈ ചന്ദ്രൻ്റെ ആകർഷണമാണ്. ഈ ചന്ദ്രൻ വളരെ അടുത്തായതുകൊണ്ട് നമുക്കത് വളരെ ക്ലിയർ ആകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല മറ്റ് ഗ്രഹങ്ങളിലെ ചില ഗ്രഹങ്ങൾ ഒരേ സ്ഥാനത്ത് വരുന്ന ഒരു ഇതുണ്ട്. ചില
4 ഗ്രഹങ്ങൾ ഒരേ ലൈനിൽ വരുന്ന ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ പ്രത്യേകിച്ച് പേപ്പറിലൊക്കെ അത് വളരെ വിശദമായിട്ട് കാണാം. ആ വർഷം നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നോക്കാം ഈ ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ഭൂകമ്പങ്ങളും വളരെ നാച്ചുറൽ കലാമിറ്റീസ് എല്ലാം ഉണ്ടാകുക, അതുപോലെ അനവധി ആൾക്കാർ മരിക്കാനിടയാകുക, ഇതുപോലെ ഇങ്ങനത്തെ അതൊക്കെ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആരും ഇതിനെപ്പറ്റി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ പഞ്ചാംഗത്തിൽ ഓരോ വർഷത്തെ എഴുതി വയ്ക്കുന്നുണ്ട്. അത് ആ വർഷത്തെ ഫലങ്ങൾ അത് ഏകദേശം ഒരു 90% അത് ശരിയായിട്ടാണ് കാണുന്നത്. ഇതൊരു ശാസ്ത്രം തന്നെയാണെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ വിശ്വസിക്കുകയും അത് വെസ്റ്റേൺ അസ്ട്രോളജിയെക്കാളും ഒരു 100 ഇരട്ടിയാണ് ഇപ്പം ഏഷ്യൻ അസ്ട്രോളജിയുടെ ആ ഒരു പ്രാധാന്യം. എന്തായാലും നമുക്ക് തിരിച്ചു വരാം. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പേര് പറയും. നമസ്കാരം സാർ, എന്റെ പേര് മീനു, ഷാർജയാണ് വിളിക്കുന്നത്. നേരത്തെ വിളിച്ച ആളാണോ? മുന്നേ ഞാൻ വിളിച്ചിരുന്നു. ശരി, പറഞ്ഞോളൂ സാർ. എന്റെ കാര്യം നോക്കാനായിട്ടാണ്. പറയൂ. സമയം ജനിച്ചത് 1983 നവംബർ 2 രാവിലെ 7:25. 1900. ജനിച്ച സ്ഥലം 83 കൊല്ലം ഡിസ്ട്രിക്ട്. 1983 നവംബർ 2 7:25 AM, കൊല്ലം ജില്ല. എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ. എനിക്ക് ഇപ്പൊ ജോലി കിട്ടുമോ എന്നുള്ള ഇതുവരെ ജോലിയൊന്നും ശരിയായിട്ടില്ല. രാവിലെ അല്ലേ? രാവിലെ. ഉത്തരമാണോ? അതെ, ഉത്തരം. ഇപ്പം ജോലി കിട്ടാൻ പറ്റിയ ഒരു സമയമാണ്. കാരണം ഇപ്പം ശനിയുടെ ദോഷങ്ങളൊന്നുമില്ല. വ്യാഴം ഏറ്റവും അനുകൂലമാണ്. ധനകാരകനാണ് വ്യാഴം. വ്യാഴം 11 ധനം തരേണ്ട സ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് ജോലിയൊക്കെ കിട്ടേണ്ട ഒരു സമയമാണ്. ഇതിനകത്ത് ഭാഗ്യത്തിൻ്റെ കുറവാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഭാഗ്യത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ്. അത് നീചഗ്രഹങ്ങളുടെ മധ്യത്തിലാണ് നിൽക്കുന്നത്. ഒരു വൈറ്റ് നാച്ചുറൽ പേൾ ധരിക്കുക. ഭാഗ്യം വർദ്ധിക്കുമ്പോൾ പല കാര്യങ്ങളും അനുകൂലമാകും. അതുപോലെ കർമ്മമായിട്ട് ബന്ധപ്പെട്ടതാണ് സൂര്യൻ. 10ാം ഭാവം എന്ന് വെച്ചാൽ കർമ്മഭാവമാണ്. സൂര്യൻ നിൽക്കുന്നത് നീചത്തിലാണ്. അപ്പോൾ നീചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് കുറവാണ്. അതുപോലെ ഈ പേളിൻ്റെ കൂടെ തന്നെ ധരിക്കാവുന്നതാണ് റൂബിയും. ഒരു ചെറിയ റൂബി 2.5 തൊട്ട് 3.5 കാരറ്റ് വരെയുള്ള റൂബി ഇടത്തെ കയ്യിലെ മോതിര വിരലിൽ ഞായറാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം നാരങ്ങാ നീരിൽ ശുദ്ധീകരിക്കുക. ഈ 2 രത്നങ്ങൾ ധരിക്കുക. തീർച്ചയായും വളരെ വ്യത്യാസം വരും. ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആരോഗ്യപരമായിട്ട് വളരെ മോശമാണ് എനിക്ക്. അപ്പം ആരോഗ്യത്തിന്റെ കാര്യം ഈ ജെം തെറാപ്പി അനുസരിച്ച് ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജെം തെറാപ്പി അനുസരിച്ച് എല്ലാ ഗ്രഹങ്ങളുടെയും കുറവുകൾ പരിഹരിക്കാൻ ഓരോ ഗ്രഹങ്ങളിൽ ഓരോ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഓരോ ആരോഗ്യ കാര്യങ്ങളും. അപ്പം ഈ റൂബി ധരിക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാവർക്കും പറ്റുന്നതല്ല. ഇതിനകത്ത് നിങ്ങളെ സംബന്ധിച്ചോളം ഇപ്പം ബ്ലൂ സഫയർ ധരിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ റൂബി ധരിക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളുടെയും ആ കുറവുകൾ പരിഹരിക്കാൻ കഴിവുള്ള ഒരു രത്നം കൂടാണ് റൂബി. അത് ധരിക്കുക. അപ്പം ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം വളരെ കുറയും. ജെം തെറാപ്പി അനുസരിച്ചും അത് നിങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങളുടെ കർമ്മത്തിനും കർമ്മപുഷ്ടി ഉണ്ടാകാനും അത് ഏറ്റവും അനുകൂലമാണ്. വൈറ്റ് പേളിന്റെ മോതിരം അല്ലേ ആദ്യം പറഞ്ഞത്? വൈറ്റ് പേൾ, വൈറ്റ് നാച്ചുറൽ പേൾ. വൈറ്റ് പേൾ എന്ന് പറയുമ്പോൾ കൾച്ചേർഡ് പേൾ കിട്ടുന്നുണ്ട്. സാർ എന്റെ സമയ ദശകളൊന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ ഏത് സമയം? രാഹു കാണാൻ ഒരു മിനിറ്റ്. ഇപ്പം രാഹുദശയിൽ ശുക്രൻ്റെ അപഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാഹു ദശയുടെയും പ്രശ്നങ്ങളുണ്ട്. രാഹു എന്ന് പറയുന്ന ഗ്രഹത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് മായ, ഇല്യൂഷൻ, ഡെല്യൂഷൻ, ടെംപ്റ്റേഷൻ, ഫോൾസ്ഹുഡ്, സോറോ ഇതൊക്കെ പറയും. ഇതൊക്കെയാണ് രാഹുവിൻ്റെ കാരകത്വമുള്ള കാര്യങ്ങൾ. അപ്പോൾ രാഹുവിൻ്റെ ദേവത എന്ന് പറയുന്ന സർപ്പമാണ്. അതിന് വിശ്വാസമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പ്രീതിപ്പെടുത്തുന്നതൊക്കെ ഏറ്റവും നല്ലതാണ്. ദിവസം ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ഉപവാസം നടത്തുന്നതൊക്കെ ഏറ്റവും അനുകൂലമായിരിക്കും.
എന്തായാലും മീനുവിന് വിശദമായ പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രൻ നേരിട്ട് വിളിച്ച് കൺസൾട്ടേഷൻ എടുക്കുന്നത് ഉചിതവുമായിരിക്കും. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്കൊരു ചെറിയൊരു ഇടവേളയാണ്. ഓക്കെ, ശരി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ, രത്ന, വാസ്തു, ഫാങ്ഷുയി സംബന്ധിച്ച ശാസ്ത്രീയമായ അറിവുകൾക്കും സംശയങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തത്സമയം വിളിക്കാൻ. ലൈനിൽ കിട്ടാത്ത പ്രേക്ഷകർക്ക് SMS വഴി സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഒരു ചെറിയ ഇടവേള നിങ്ങളുടെ